ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് വെല്ലുള്ളിയും പച്ചമുളകും, അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളിൻ്റെ പേസ്റ്റ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കരിവേപ്പില, പിന്നെ ഈ ഉള്ളി, പച്ചമുളക് മുറിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെമ്മീൻ്റെ അകത്ത് ഉപ്പും മുളകും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വേവിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാകുമ്പോൾ ഈ ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഇതെന്ത് ചെയ്യുന്നതായി വഴറ്റി ഈ ഒരു പരിപാടി വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് എന്ന് പറയുന്നില്ല, കുറച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് എടുത്തതാണ് പേസ്റ്റ്. നല്ല പേസ്റ്റ് വരികയല്ല ഇത്. ഇതെല്ലാം കൂടി കൊണ്ടുപോകുന്നുണ്ട്, നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ബിരിയാണിൻ്റെ ചോറ് നമ്മൾ കുക്കറിലാണ്, റൈസ് കുക്കറിൽ തന്നെ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായത്. അതായിട്ടുണ്ട്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനാണ് പോകുന്നത്. ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേവിച്ച് വെച്ച ചോറ് എന്ത് ചെയ്യുന്നുണ്ട് ആ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാല രണ്ടും കൂടി എന്ത് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് രണ്ടും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതുപോലെയാവും. കുറച്ച് സമയം മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയുടെ മസാല നമുക്ക് റെഡിയാവും. അതിനകത്തേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി. അതുപോലെ തന്നെ ബിരിയാണി മസാല ആവശ്യത്തിന് എത്രയാണോ അത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മിടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് റൈസ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു കുറച്ച് രീതിയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മസാലയും റൈസിന് മുകളിലോട്ടേക്കായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു റെസിപ്പിയാണിത്. എന്നിട്ട് ആ മസാലേൻ്റെ മുകളിലൂടെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ മൊത്തത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൂടി എടുത്തിട്ട് പൊത്തിയിട്ട് ദമ്മിടുകയാണ് ചെയ്യുന്നത്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്